Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ UGC നെറ്റ് പേപ്പർ 1 റിസർച്ച് ചാപ്റ്ററിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 ഫോക്കസ് ഏരിയാസ് ആണ്. സോ ഫോക്കസ് ഏരിയാസ് ആയിട്ടല്ല, 5 ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ആ ഏരിയാസ് ഏതൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനം എവിടെ എത്തി, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, എസ്പെഷ്യലി നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റ്യൂഡിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യാം. സോ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ CC ലേണിംഗ് ആപ്പ്, നിങ്ങൾക്ക് CC ലേണിംഗ് ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതായത് ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF ഉണ്ട്, റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ഉണ്ട്. സോ ഇന്ന് തന്നെ ഉറപ്പായിട്ടും ഈ ഒരു CC ലേണിംഗ് ആപ്പ്, നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ റിസർച്ച് ആപ്റ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ വളരെ ചുരുക്കം ചില പോയിന്റ്സ് മാത്രമേ ഉള്ളെങ്കിലും വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ റിസർച്ച് ആപ്റ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും വളരെ ഒരു 3, 4, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കൂടുതലായിട്ടും 5 മാർക്കിനൊക്കെയാണ് ആ റിസർച്ച് ആപ്റ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ ആ 5 ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, ഒരുപാട് തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കണം. അത് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണ്ട, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് അല്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയ ഏതാണ്? ചാപ്റ്റർ ഓഫ് എ തീസിസ് ആണ്. ചാപ്റ്റർ ഓഫ് എ തീസിസ്. ഓക്കെ, അപ്പൊ ഈ തീസിസ് റൈറ്റിംഗ്, അതിന്റെ സ്റ്റൈൽസ്, അതിന്റെ റെഫറൻസ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നും എന്തായാലും ഒരു ഷോർട്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ തീസിസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഒന്നാമത്തെ ഒരു ഫോക്കസ് ഏരിയ ആണ് തീസിസ് റൈറ്റിംഗ്. ഓക്കെ, തീസിസ് റൈറ്റിംഗ് അല്ലെ, തീസിസ് റൈറ്റിംഗ്. അപ്പൊ ഇതില് ആദ്യം തന്നെ തീസിസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ തീസിസ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും അതിന്റെ സ്റ്റൈൽസും അതിന്റെ റെഫറൻസ് എങ്ങനെയാ കൊടുക്കേണ്ടത്, APA സ്റ്റൈൽ ഫോമാറ്റിലാണ്, 7th എഡിഷൻ ആണ്. ദെൻ അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അറിയുമായിരിക്കും. പക്ഷെ റിസർച്ച് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത് പറയുന്നതിന് മുൻപ് തന്നെ ഒരു 5 ചാപ്റ്റേഴ്സ് മെയിൻ ആയിട്ടും തീസിസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു തീസിസ് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ റിസർച്ചിന്റെ 5 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ സ്റ്റഡി എന്താണോ അതിന്റെ ടൈറ്റിൽ എഴുതുന്നു, അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻ ഡെഫിനിഷൻ ഉണ്ട് അല്ലെ, ഓപ്പറേഷൻ ഡെഫിനിഷൻ ഉണ്ട്. ദെൻ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഹൈപ്പോത്തിസിസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ഓക്കെ, റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ആണ് എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ. അതായത് ഇപ്പൊ എന്റെ സ്റ്റഡി ഏതാണോ ആ സ്റ്റഡിയിൽ 2 or 3 വേരിയബിൾസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ വേരിയബിൾസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വേരിയബിൾസിനെ കുറിച്ച് മുൻപ് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡീസിന്റെ ഒക്കെ ഓരോ പാരഗ്രാഫ് ആയിട്ട് അബ്സ്ട്രാക്ട് ഫോമിൽ പാരഗ്രാഫ് ആയിട്ട് എഴുതുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, റിവ്യൂ ഓഫ് റിലേറ്റഡ് സ്റ്റഡി അല്ലെങ്കിൽ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ മെത്തഡോളജി ചാപ്റ്റർ. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ മെത്തഡോളജി ചാപ്റ്റർ. ആ മെത്തഡോളജി ചാപ്റ്ററിലാണ് നമ്മുടെ പോപ്പുലേഷൻ എന്താണ്, ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ എടുക്കുന്നത്, ഏത് സ്കൂൾസ് ആണ്, ഇപ്പൊ കുട്ടികളെ കുറിച്ചാണെങ്കിൽ ഏത് സ്കൂൾസ് ആണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്താണ്, ടെക്നിക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെത്തഡോളജി ചാപ്റ്റർ. ഇനി നാലാമത്തെ ചാപ്റ്റർ ആണ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ചാപ്റ്റർ. അപ്പൊ അത് കുറച്ച് ശരിക്കും റിസർച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, അതാണ് ശരിക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്റർ മെത്തഡോളജി ആണ്. അതിലാണ് നമ്മൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാറ്റ എത്ര എണ്ണമാണ് കളക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഡാറ്റന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലാണ്. ആൻഡ് നാലാമത്തെ ചാപ്റ്ററിൽ ആ ഡാറ്റന്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് ആണ്. അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു, ഡാറ്റനെ അനലൈസ് ചെയ്യുന്നു, അത് ഗ്രാഫിലൂടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു റിസൾട്ടിന്റെ ഫോമിലോട്ട് മാറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ്. ആൻഡ് ഫൈനലി അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൺക്ലൂഷൻ ഓഫ് ദ റിസർച്ച് അല്ലെ.
ആ തീസിസിന്റെ കൺക്ലൂഷൻ ആണ് 5ാമത്തെ ചാപ്റ്റർ. അപ്പൊ അതിലാണ് നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ള, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സും ഹൈപ്പോത്തിസിസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ ആ ഹൈപ്പോത്തിസിസ് നമ്മൾ അക്കോർഡിംഗ് ടു ദ 4th ചാപ്റ്റർ, അതായത് ഡാറ്റ അനാലിസിസ് അനുസരിച്ച് നമ്മുടെ ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ ഫൈനൽ ഒരു റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യുന്ന എഴുതുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. ആൻഡ് 6ാമത്തെ ചാപ്റ്റർ ഫൈനലി ഉള്ളത് നമ്മുടെ ബിബിലോഗ്രഫി, റെഫറൻസ്, സൈറ്റേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ബിബിലോഗ്രഫി എന്ന് പറയുന്ന ഫൈനലി ഉള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻലി 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ തീസിസിൽ ഉള്ളതെന്നുള്ളതാണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നീഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ മെത്തഡോളജി ചാപ്റ്റർ ഓഫ് എ തീസിസ്. അപ്പൊ ഈ 5 ചാപ്റ്റേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ മെത്തഡോളജി ചാപ്റ്റർ ഓഫ് എ തീസിസ് ആണ്. വി ഹാവ് 4 ഓപ്ഷൻ: procedure adopted for the study, sample taken for the study, tools and techniques used for the study, related literature of the study. അപ്പൊ നമുക്കറിയാം ഇതിൽ ഏത് പ്രൊസീജിയർ ആണ്, ഏത് സാമ്പിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഏത് എടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെത്തഡോളജിയിലാണ്. സോ അതിൽ വരാത്ത കാര്യമാണ് നമ്മുടെ ഓപ്ഷൻ 4 എന്ന് പറയുന്നത്, അതായത് റിലേറ്റഡ് ലിറ്ററേച്ചർ ഓഫ് ദി സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അത് 2ാമത്തെ ചാപ്റ്റർ ആണ്, ഇത് 2ാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ നമ്മുടെ വേരിയബിൾസുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് നടത്തിയ സ്റ്റഡീസിന്റെ അബ്സ്ട്രാക്ട് ഫോംസ് ഒരു പാരഗ്രാഫ് ആയിട്ട് രേഖപ്പെടുത്തുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഡന്റിഫൈ ദ ഡാറ്റ കളക്ഷൻ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ അടുത്തൊരു ഫോക്കസ് ഏരിയ ആണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡാറ്റ കളക്ഷൻ ടെക്നിക് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2ാമത്തെ ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ റിസർച്ച്. യൂസ്ഡ് ഇൻ റിസർച്ച്, അതായത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആ സാമ്പിളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ മെയിൻലി നമുക്ക് 2 ടൈപ്പ് ഓഫ് റിസർച്ച് നമുക്കറിയാം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. അപ്പൊ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് നമ്മുടെ ഒബ്സർവേഷൻ ടെക്നിക്ക്, ഇന്റർവ്യൂ, അതുപോലെ തന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്ക്, സോഷ്യോമെട്രി എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിന് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ അളക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അവർ തരുന്ന ആൻസേഴ്സിനെ നമുക്കൊരു ന്യൂമറിക്കൽ ഫോമാറ്റിലൊക്കെ നമ്പേഴ്സ് ഒക്കെ ഇട്ട് ഒരു ന്യൂമറിക്കൽ ഫോമാറ്റിലോട്ട് മാറ്റി അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഫൈനൽ ഒരു റിസൾട്ടിലോട്ട് കൊണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിലായിരിക്കില്ല, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് നമുക്കറിയാം, അത് നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിക്കുന്നു കേട്ടോ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും. ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ്സും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ കേസ് സ്റ്റഡി, എത്നോഗ്രഫി, ഫിനോമിനോളജി, അങ്ങനെയുള്ള കാര്യങ്ങൾ, കേസ് സ്റ്റഡി അല്ലെ, അപ്പൊ ഗ്രൗണ്ടഡ് തിയറി, അങ്ങനെയുള്ള റിസർച്ച് ഒക്കെയാണ് മെയിൻ ആയിട്ടും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സോ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് നമ്മുടെ ഒബ്സർവേഷൻ, ഇന്റർവ്യൂ പോലുള്ള ടെക്നിക്സ്. ഓക്കെ ആണല്ലോ? ഇനി അതെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മീൻസ് നിങ്ങൾക്ക് അത് ആക്ച്വലി അത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനായിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എല്ലാം ഈ വീഡിയോയിൽ പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് ഈ ഒരു ഫോക്കസ് ഏരിയ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി ഡോക്യുമെന്റ് റിവ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡാറ്റ കളക്ഷൻ ടെക്നിക് എസ്പെഷ്യലി യൂസ്ഡ് ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. അതായത് ഹിസ്റ്റോറിക്കൽ റിസർച്ചും ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് അല്ലെ. അപ്പൊ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി ഡാറ്റ സോഴ്സ് ആണ് നമ്മുടെ ഡോക്യുമെന്റ് റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following options most appropriately explains the research ethics? അപ്പൊ അടുത്തൊരു ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഈ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. റിസർച്ച് എത്തിക്സ്. ഓക്കെ, റിസർച്ച് എത്തിക്സ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ റിസർച്ച് എത്തിക്സ് ഒരു ഫോക്കസ് ഏരിയ ആണെന്ന് പറയാൻ കാരണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്ലേജർസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, APA സ്റ്റൈലുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ എൻ്റെലി റിസർച്ച് എത്തിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ മാറ്റി നിർത്തുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ റിസർച്ച് എത്തിക്സ് എന്നൊക്കെ പറയുന്നത്.
കൂടുതൽ പേരും ഈ ടൈപ്സ് ഓഫ് റിസർച്ച്, സാമ്പിളിങ്, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ടെക്നിക്സ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ നോക്കുമായിരിക്കും. പക്ഷെ റിസർച്ച് എത്തിക്സ് എന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളില്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി എക്സ്പ്ലെയിൻസ് ദ റിസർച്ച് എത്തിക്സ് ആണ്. സോ എന്താണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്? അതായത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ എത്തിക്സിന്, ഇപ്പൊ എന്റെ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്ന് പറയില്ലേ. അപ്പൊ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്റെ എത്തിക്സിൽ വരുന്ന കാര്യങ്ങളാണ്, അപ്പൊ ഞാൻ ചെയ്യും എന്ന് പറയും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് അക്കോർഡിംഗ് ടു റിസർച്ച്, അതായത് റിസർച്ചിന് ഇന്ന കാര്യങ്ങൾ പറ്റില്ല, ഇന്ന കാര്യങ്ങൾ പറ്റും എന്ന് പറയുന്നതാണ് റിസർച്ച് എത്തിക്സ്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ, ഇറ്റ് സ്റ്റേറ്റ്സ് ഹൗ ടു റൈറ്റ് എ റിസർച്ച് റിപ്പോർട്ട് വിത്ത് എ സ്റ്റൈലിസ്റ്റിക് ലാംഗ്വേജ്. അതാണ് ഒരു റിസർച്ച് എത്തിക്സ്. അതായത് എങ്ങനെയാണ് ഈ റിസർച്ച് റിപ്പോർട്ട് നല്ല രീതിയിൽ എഴുതുന്നത്, നല്ല രീതിയിലുള്ള ലാംഗ്വേജിൽ എഴുതുന്നത്, അതൊന്നും റിസർച്ച് എത്തിക്സിൽ പറയുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. ഇനി ടു അവോയ്ഡ് പ്രസന്റിങ് അതേഴ്സ് വർക്ക് ആസ് ഓൺ, അതായത് മറ്റുള്ളവരുടെ വർക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, അതായത് നമ്മുടെ വർക്കാണ് എന്ന് വിചാരിച്ച് എഴുതരുത്. അത് ആക്ച്വലി റിസർച്ച് എത്തിക്സിൽ വരുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ മറ്റുള്ളവരുടെ വർക്ക് പ്രോപ്പർ സൈറ്റേഷൻ ഇല്ലാതെ നമ്മുടെ വർക്കാണ് എന്ന് വിചാരിച്ച് എഴുതരുത് എന്നുള്ളൊരു കാര്യം ആക്ച്വലി റിസർച്ച് എത്തിക്സിൽ വരുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ആ രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, അപ്പൊ ജസ്റ്റ് അവിടെ ഹോൾഡ് ചെയ്യുക. ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് മെത്തഡോളജി, ഒരിക്കലും മെത്തഡോളജിയുടെ ഡിസ്ക്രിപ്ഷൻ അല്ല എന്തെന്ന് പറയുന്നത് റിസർച്ച് എത്തിക്സ്. ഇനി ഇറ്റ് പ്രൊവൈഡ്സ് എ കോമൺ സെറ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് കണ്ടക്ടിങ് എത്തിക്കൽ റിസർച്ച്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 2 ആണോ 4 ആണോ? ഉറപ്പായിട്ട് 4 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കിപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം പോയി രണ്ടാമത്തെ ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നതിന് പകരം എല്ലാ ഓപ്ഷൻസും കൃത്യമായിട്ട് വായിച്ചു നോക്കുക ആൻഡ് കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് അവിടെ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് നല്ല രീതിയിൽ ഒന്ന് കമ്പയർ ചെയ്യുക. ആൻഡ് ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി എക്സ്പ്ലെയിൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അതിൽ നിന്നും സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ മൂന്നാമത്തെ ഫോക്കസ് ഏരിയ നമ്മൾ പറഞ്ഞു റിസർച്ച് എത്തിക്സ് ആണ്. ഇനി നാലാമത്തെ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്? അതായത് നമുക്ക് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് പഠിക്കാനായിട്ടുണ്ട്. ടി ടെസ്റ്റ് ഉണ്ട്, അനോവ ഉണ്ട്, അൻകോവ ഉണ്ട്, കൈ സ്ക്വയർ ടെസ്റ്റ് ഉണ്ട്, എഫ് ടെസ്റ്റ് ഉണ്ട് അല്ലെ, കോറിലേഷൻ ഉണ്ട്, പിന്നെ റിഗ്രഷൻ ഉണ്ട്. അതൊക്കെ ആക്ച്വലി നമുക്ക് വലിയ രീതിയിൽ വളരെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത്രയും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കണം, കാരണം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ്ഡ് ടു കൺട്രോൾ ദ എക്സ്ട്രാനിയസ് വേരിയബിൾ ഇൻ എക്സ്പെരിമെന്റൽ റിസർച്ച്. അപ്പൊ ഇവിടെ ഞാൻ ഒരു ഫോക്കസ് ഏരിയയും കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് പറഞ്ഞു, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ് നമ്മുടെ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയബിൾസ്. അപ്പൊ എത്ര തരം വേരിയബിൾസ് ഉണ്ട്? ഒരുപാട് വേരിയബിൾസ് ഉണ്ട് അല്ലെ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ട്രീറ്റ്മെന്റ് വേരിയബിൾ ഉണ്ട്, ഇന്റർവീനിങ് വേരിയബിൾ ഉണ്ട്, എക്സ്ട്രാനിയസ് വേരിയബിൾ ഉണ്ട് അല്ലെ, കൺഫൗണ്ടിങ് വേരിയബിൾ ഉണ്ട്, കൺകോമിറ്റന്റ് വേരിയബിൾ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വേരിയബിൾസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ എക്സാമിനും എങ്ങനെ പോയാലും ഓരോ വേരിയബിൾസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ മെയിൻലി നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിളിനെ പറ്റിയിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നിരുന്നാലും എല്ലാ വേരിയബിൾസിനെ കുറിച്ചും നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അപ്പൊ വേരിയബിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ആണ് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ എക്സ്ട്രാനിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അനോവയാണോ, ടി ടെസ്റ്റ് ആണോ, അൻകോവയാണോ, കൈ സ്ക്വയർ ടെസ്റ്റ് ആണോ എന്നുള്ളതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അൻകോവയാണ്. കാരണം അൻകോവ എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ദ ബ്ലെൻഡ് ഓഫ് ഏതൊക്കെ തമ്മിലുള്ളതാ, നമ്മുടെ അനോവയും അതുപോലെ തന്നെ നമ്മുടെ കോറിലേഷൻ റിഗ്രഷൻ എന്നുള്ള ഭാഗം അല്ലെ, അതും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ അൻകോവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മുടെ കോവേരിയൻസ് അല്ലെ, അൻകോവന്റെ മീനിങ് തന്നെ അല്ലെങ്കിൽ അൻകോവന്റെ ഒരു ഫുൾ ഫോം തന്നെ അനാലിസിസ് ഓഫ് കോവേരിയൻസ് ഉള്ളതാണ്.
അപ്പൊ ഇവിടെ പറയുന്നത് ഈ എക്സ്ട്രാനിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് കറക്റ്റ്, അതായത് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും ഡിപെൻഡന്റ് വേരിയബിളിന്റെയും കറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിളിന്റെ കറക്റ്റ് റിലേഷൻഷിപ്പും ആൻഡ് അതിന്റെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻസ് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ കോസ് കൊണ്ട് തന്നെയാണ് ഡിപെൻഡന്റ് വേരിയബിളിൽ എഫക്ട് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ടാണ് ബാക്കിയുള്ള വേരിയബിൾസ് ആയിട്ടുള്ള എക്സ്ട്രാനിയസ് വേരിയബിളിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ ആ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോവേരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ കോറിലേഷൻ റിഗ്രഷൻ എന്നുള്ള ഭാഗം, റിഗ്രഷൻ അല്ലെ, റിഗ്രഷനും എന്താണ്, എത്രത്തോളം അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കാണാനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി അൻകോവയാണ് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നാലാമത്തെ ഫോക്കസ് ഏരിയ. അതിൽ തന്നെ ഞാൻ വേരിയബിൾസും കൂടെ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ ഫോക്കസ് ഏരിയ ആണ് നമ്മുടെ ഏതാ, ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് ക്രോസ് സെക്ഷണൽ സർവേ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു സ്പെസിഫിക്കലി ഞാൻ ഏറ്റവും, അതായത് വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ പറഞ്ഞതാണ്. ശരിക്കും പറയുവാണെങ്കിൽ ടൈപ്സ് ഓഫ് റിസർച്ച് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് റിസർച്ച് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിൽ തന്നെ കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ സർവേ റിസർച്ചും അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ സർവേ റിസർച്ചും. അപ്പൊ അതിൽ വരുന്ന ഒരു കാര്യമാണ് ഈ കൊഹേർട്ട് സ്റ്റഡീസ്. കൊഹേർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത് ആർ റിലേറ്റഡ് വിത്ത് ലോഞ്ചിറ്റ്യൂഡൽ സർവേ റിസർച്ച് ഡിസൈൻ ആണ് കേട്ടോ. കൊഹേർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് ലോഞ്ചിറ്റ്യൂഡൽ സർവേ റിസർച്ച് സ്റ്റഡി ആണ്. സോ കൊഹേർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, ഇപ്പൊ ഒരു കോളേജിലെ കുട്ടികളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരുടെയും അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഏജ് അല്ലെ, ഏജ് ഗ്രൂപ്പും എല്ലാം ഒരു സെയിം ആയിരിക്കും, ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപോലെ വരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ മെയിൻലി കൊഹേർട്ട് എന്ന് പറയുന്നത്. ആൻഡ് കൊഹേർട്ട് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട്, അതായത് ഒരു ട്രെൻഡ് നോക്കുവാണ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കലി ഈ ഒരു ഏജ് ഗ്രൂപ്പുകാരുടെ ഇതുവരെയുള്ള ലൈഫോ അല്ലെങ്കിൽ അവരുടെ കോമൺ ആയിട്ടുള്ള ലിവിങ് എക്സ്പീരിയൻസോ അങ്ങനെ നമ്മൾ ഒരു 10 വർഷത്തെയോ 8 വർഷത്തെയോ അങ്ങനെ കുറച്ചൊരു ലോങ് ഡ്യൂറേഷനിലുള്ള ഒരു റിസർച്ച് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ ലോഞ്ചിറ്റ്യൂഡൽ സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കൊഹേർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് ലോഞ്ചിറ്റ്യൂഡൽ സർവേ റിസർച്ച് ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യം, ലോഞ്ചിറ്റ്യൂഡലും ക്രോസ് സെക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സാമ്പിളിനെ മാത്രം എടുത്തുകൊണ്ട് ഒരുപാട് കാലം നമ്മൾ റിസർച്ച് ചെയ്യുവാണ്. എന്താണ്, ഒരു പർട്ടിക്കുലർ സാമ്പിളിന് ഗ്രൂപ്പിനെ മാത്രം എടുത്തുകൊണ്ട് ഒരുപാട് കാലം റിസർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡൽ സർവേ റിസർച്ച് ആണ്. ഇനി അതിന് പകരം ക്രോസ് സെക്ഷൻ ആണെന്ന് വെച്ചാൽ എന്താണ്, അപ്പുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പൊ ആദ്യം ഒരു ഗ്രൂപ്പിനെ പറ്റി റിസർച്ച് ചെയ്യുന്നു, ഇനി അടുത്ത ഗ്രൂപ്പിനെ പറ്റി അടുത്ത ടൈമിൽ ചെയ്യുന്നു. അങ്ങനെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ ചെയ്യുന്ന ഒരു റിസർച്ച് ആണ് നമ്മുടെ ക്രോസ് സെക്ഷണൽ സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്. ഇനി ഇതിന് കൂടെ നമ്മുടെ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ചും അതുപോലെ തന്നെ പ്രീ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ടൈപ്സ് ഓഫ് റിസർച്ചിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, അതിൽ തന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, കേസ് സ്റ്റഡി, ഫിനോമിനോളജി, എത്നോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി, ദെൻ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്ന എക്സ്പെരിമെന്റൽ റിസർച്ച് ആയിക്കോട്ടെ, സർവേ റിസർച്ച് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഉള്ളതാണ്, നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് എടുത്തിട്ടുള്ള ഈ 5 ഫോക്കസ് ഏരിയാസും ആൻഡ് 5 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ അതിന്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഇനി നമുക്കറിയാം വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ എക്സാമിനായിട്ടുള്ളൂ അല്ലെ. 60 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷെ പലരും വിചാരിക്കും ഈ 60 ദിവസം കൊണ്ട് എനിക്ക് നെറ്റ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ JRF എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് JRF വരെ കിട്ടിയ കുട്ടികൾ നമ്മുടെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ CCയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര ദിവസം പഠിക്കണം എന്നുള്ളതല്ല, ഉള്ള ദിവസം നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ട കാര്യം. സോ 60 ദിവസം മതി നമുക്ക് JRF നേടാൻ എന്നതിന് തെളിവ് നമ്മുടെ ഇവിടുത്തെ റിസൾട്ട് തന്നെയാണ്. സോ നമ്മുടെ CCയിലുള്ള സബ്ജക്ട്സ് ഇതൊക്കെയാണ്. ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ്, എക്കണോമിക്സ്, ദെൻ പേപ്പർ 1, അതുപോലെ തന്നെ CSIR ഫിസിക്സും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ UGC നെറ്റിന്റെ പുതിയ ബാച്ച് നമ്മുടെ ജൂൺ 2026 അല്ലെ, ആ ഒരു എക്സാമിന്റെ പുതിയ ബാച്ച്
60 ഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 60 ദിവസങ്ങളിൽ പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന ജൂണിൽ നെറ്റ് അല്ലെങ്കിൽ JRF ഉറപ്പായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ തന്നെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.